പകുതി പൈസയ്ക്ക് സ്കൂട്ടർ, ഗൃഹോപകരണങ്ങൾ, കമ്പ്യൂട്ടറുകൾ. ഈ വാഗ്ദാനങ്ങളിൽ വീണതിൽ കൊല്ലം സ്വദേശികളുമുണ്ട്. സംഗതി തട്ടിപ്പാണെന്നറിഞ്ഞതോടെ പരാതികളുമായി എത്തുകയാണ് തട്ടിപ്പിനിരയായവർ. ചവറ പോലീസ് സ്റ്റേഷനിൽ മാത്രം 40ഓളം പരാതികൾ. കരുനാഗപ്പള്ളിയിലും ഓച്ചിറയിലും തട്ടിപ്പിനിരയായവർ പരാതിയുമായി എത്തി. ഓരോ പഞ്ചായത്തിലും കമ്മിറ്റികൾ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ്. ഇതിനായി പ്രദേശത്ത് സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരെ കോർഡിനേറ്റർമാരാക്കും. ആദ്യഘട്ടത്തിൽ പകുതി വിലയ്ക്ക് സാമഗ്രികൾ ലഭിച്ചിരുന്നുവെങ്കിൽ പിന്നീട് നിലച്ചു. ഇതോടെ തട്ടിപ്പിനിരയായവർ രംഗത്തെത്തി. കുടുങ്ങിയതാകട്ടെ കോർഡിനേറ്റർമാരും. അത്തരത്തിലൊരാളാണ് തഴവ സ്വദേശി മുഹമ്മദ് നൌഫൽ. ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ലാപ്ടോപ്പ്, മൊബൈൽ ഫോണിൻ്റെ പ്രോജക്റ്റുകളും ഫെബ്രുവരി അവസാനത്തിന് മുമ്പായി 2 വീലറും കൊടുക്കാമെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്രയും ന്യൂസുകളും പുള്ളി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ന്യൂസുകളും പരാതികളും ഒക്കെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വിശ്വസിച്ച് ഇതിലേക്ക് പൈസ അടച്ച ആളുകളുടെ പൈസയ്ക്കൊരു സുരക്ഷിതത്വം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം നമ്മുടേതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് വന്നത്. പ്രമുഖ വ്യക്തികൾ നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണെന്നു കരുതിയാണ് മുഹമ്മദ് നൌഫലിനെ പോലുള്ളവർ പ്രവർത്തനത്തിന്റെ ഭാഗമായത്. പക്ഷേ മാസങ്ങൾക്ക് മുമ്പേ പ്രമുഖർ തലപ്പത്തു നിന്നൊഴിഞ്ഞു. എന്നാൽ ഇക്കാര്യം അവർ വെളിപ്പെടുത്താത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നും മുഹമ്മദ് നൌഫൽ പറയുന്നു. ആൻകുമാർക്ക് അടക്കമുള്ള ആൾക്കാർ ഇങ്ങനെ വരുന്നു. അവരൊക്കെ സജീവമായി ഷൈഗ്രാമിൻ്റെ ചുമതലകൾക്ക് ഇരിക്കുന്ന ഒരാൾക്കാരാണ്. അന്നേരം അവർ ഇതിനകത്തുണ്ടായിരുന്നല്ലോ. പുള്ളി ഇതിൻ്റെ തലപ്പത്ത് നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പുള്ളി പോയി എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴാണ്. ഇത്രയും വിവാദം ആയപ്പോഴാണ് പുള്ളി പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുമായിരുന്നു, ഞാൻ ഉൾപ്പെടെ. പരാതികൾ ലഭിച്ചെങ്കിലും പോലീസ് കേസെടുത്തിട്ടില്ല. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കാനാണ് തീരുമാനം. വരും ദിവസങ്ങളിൽ തട്ടിപ്പിനിരയായ കൂടുതൽ പേർ പരാതിയുമായി എത്തുമെന്നാണ് വിവരം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.